ലങ്കേശ്വരം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു രൂപം രാവണൻ്റെ ആയിരിക്കും. അത്തരം ഒരു ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് സ്ഥിതി ചെയ്യുന്നുണ്ട്. പേര് ലങ്കേശ്വരം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ രാവണനുമായി ബന്ധമുള്ളൊരു ക്ഷേത്രമാണ് ലങ്കേശ്വരം. മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലങ്കേശ്വരം എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ കാവിനോട് ചേർന്ന് തന്നെയാണ്. പഴയ ഒരു അഗ്രഹാരത്തിനോട് ചേർന്നാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലങ്കേശ്വരം ക്ഷേത്രം എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. BC 2500 മുതൽ 1500 വരെ ഇടയ്ക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാലനിർണ്ണയം, ബിംബത്തിൻ്റെ കാലനിർണ്ണയം പറയുന്നത്. തുഞ്ചത്ത് ആചാര്യനാൽ ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടെയാണ് ഈ ലങ്കേശ്വരം ക്ഷേത്രം. ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. എന്താണ് ലങ്കേശ്വരം എന്നുള്ള പേരുണ്ടാക്കാനുള്ള കാരണം എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പഴമ പരിശോധിക്കുമ്പോൾ ഏകദേശം ത്രേതായുഗം വരെ അതിൻ്റെ പഴക്കമുണ്ട്. ത്രേതായുഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടൊരു ബിംബമാണെന്ന് പറയുന്നു. രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന് പറയുന്ന ആ ഖഡ്ഗം അല്ലെങ്കിൽ ആ വാള് ശിവനിൽ നിന്ന് മേടിയത് ശിവോത്തരങ്ങൾ ജപിക്കുകയും അതുപോലെ ശിവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ടാണ്. അപ്പോൾ രാവണനാൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ബിംബം ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയതാണ് ലങ്കേശ്വരത്ത് എന്നാണ് വിശ്വാസം. അതായത് ഇത് രാവണൻ ശ്രീലങ്കയിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നൊരു ബിംബം അത് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നും കുറേ വർഷങ്ങളുള്ള കാലാന്തരങ്ങളിൽ അതിങ്ങനെ കാട് പിടിച്ച് പുറ്റായി കിടന്നു. അതിനുശേഷം പിന്നീട് ഇവിടെ ചിറ്റൂരുണ്ടായിരുന്ന ഒരു സാധകനായ ഒരു വ്യക്തി ആ കുളത്തിൽ തൻ്റെ സാധനയുടെ ഭാഗമായിട്ട് കുളിക്കുവാൻ ഇറങ്ങുകയും അങ്ങനെ അദ്ദേഹത്തിന് ഇത് കിട്ടുകയും അന്ന് ഏകദേശം ഇവിടെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ചിറ്റൂർ ഭാഗത്ത് കൊച്ചി രാജാവിനെ ഇങ്ങനെ ഒരു ശിവലിംഗം കിട്ടിയത് അറിയിക്കുകയും ആ വിവരം കിട്ടിയതനുസരിച്ച് അങ്ങനെ ഈ ചിറ്റൂര് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലങ്കേശ്വരൻ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഈ ശിവനെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആ ഓട് ഞാൻ പരിശോധിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ പാകിയിരിക്കുന്നത് ആ 1885 ആ ഓട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ഏകദേശം 100 വർഷത്തിന് മുകളിൽ അതിന് പഴക്കമുണ്ട് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് വെച്ചാൽ 2 തലമുറക്ക് മുമ്പ് പോലും ആ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഓടും ആ കാണുന്ന രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇത് ത്രേതായുഗത്തോളം പഴക്കമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലങ്കേശ്വര ക്ഷേത്രമായിട്ട് കരുതുന്നത്. ഇത് ചിറ്റൂർ കാവിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചതിന് ശേഷം ചിദംബരത്ത് നിന്നുള്ള ബ്രാഹ്മണരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയാണ് പ്രധാനമായിട്ടുള്ള ഉത്സവകാലം. അതുപോലെ തന്നെ ശിവരാത്രിയും മറ്റുമൊക്കെ വൈക്കത്തഷ്ടമിയൊക്കെ ഇവിടെ ആരാധിച്ചു പോരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് വളരെ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള വളരെ ഊർജം കിട്ടുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ലങ്കേശ്വരം ക്ഷേത്രം. തീർച്ചയായിട്ടും പാലക്കാടുകാരും പാലക്കാട് വരുന്നവരും എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൽ വരണം, ലങ്കേശ്വരനെ കാണണം. അതിൻ്റെ വാതുക്കൾ വിശാലമായ ഒരു വലിയൊരു കുളവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വന്ന് ആ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണം. വളരെ ഊർജപ്രധാനിയായൊരു ശിവലിംഗമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതായത് ശ്രീരാമചന്ദ്രനോളം തന്നെ ആ ത്രേതായുഗത്തോളം തന്നെ രാമായണത്തോളം തന്നെ പഴക്കമുള്ള ഒരു ക്ഷേത്രം. പ്രത്യേകിച്ച് രാമായണത്തിൻ്റെ രചയിതാവായിട്ടുള്ള തുഞ്ചത്ത് ആചാര്യനാൽ പോലും വണങ്ങിയിരുന്ന ഒരു ക്ഷേത്രമാണ് ലങ്കേശ്വരം ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ.